എങ്ങനെ മൊഹീദ്ദീൻ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളുടെ ഉമ്മ പറഞ്ഞു, എന്റെ മോനിക്ക് ഞാൻ മുലപ്പാല് കൊടുക്കുമ്പോ പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് വൽ വാലിദാത്തു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ഇൻ അറാദ അൻ യുതിമ്മ റളാഅ. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കൽ പൂർത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ പൂർണമായ 2 വർഷം പൂർത്തിയാക്കി കൊടുക്കണം. ഒരായത്തിൽ 2 പ്രാവശ്യം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞ ആയത്താണ്. 2 കൊല്ലം പൂർത്തിയായി മുല കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, പൂർണമായും കൊടുക്കാൻ ഉദ്ദേശിച്ചവർ 2 വർഷം പൂർത്തിയാക്കി കൊടുക്കട്ടെ. പൂർത്തിയാക്കാന്ന് 2 പ്രാവശ്യം പറഞ്ഞു. പക്ഷെ അവിടെ അറബിയിൽ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചത് തമാമ്, മറ്റേ സ്ഥലത്ത് ഉപയോഗിച്ചത് കലാമ്. തമാമ് കമാല്, ഒരായത്തിൽ തന്നെ 2 കമാല് തമാമ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും പൂർത്തിയാക്കി കൊടുക്കട്ടെ, അഥവാ എണ്ണത്തിലും വണ്ണത്തിലും പൂർത്തിയാക്കി കൊടുക്കട്ടെ. എന്നാ എങ്ങനെ കൊടുത്തത്? നമ്മളെ പെണ്ണുങ്ങളൊക്കെ മുല കൊടുക്കലുണ്ട്. അത് മാപ്പിളാരോട് വല്ല ഈറടിച്ചിക്കണിച്ചാൽ അതിലുണ്ടൊരു കൊടുക്കല്. അടച്ചോനെ, കൂട്ടിനെ തൊട്ടീന്ന് ഒരു എടുക്കുമ്പോ ഒരു നുള്ളിയിട്ടില്ലെങ്കിലും ഒരു നഖം പതിഞ്ഞാൽ മതിയല്ല കുട്ടിക്ക് ഒഴിച്ചാൻ അല്ലേ? നെട്ടിങ്ങട്ട് എടുത്തിട്ട് കുടിച്ചോടി ഞാൻ ചെപ്പ ഒരു കൊടുക്കലുണ്ട്. പടച്ച തമ്പുരാനെ, ഒരു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ മാപ്പിളയും പെണ്ണുങ്ങളും തമ്മിൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിലും പരിക്ക് കുട്ടിയൊക്കെ കിട്ടുക. രണ്ടാളെത്തും കുട്ടിക്ക് തന്നെ കിട്ടുക. കാരണം അതാളെ പിന്നെ രണ്ടാൾക്ക് ഒതുങ്ങണത് അതാണല്ലോ. ഈ ചെറുപ്പത്തിലുണ്ടല്ലേ നമ്മള് അഥവാ ഒരു ദിവസം നോൽമ്പ് നോറ്റിട്ടില്ല എന്ന് വെക്കാം, അന്ന് ഒന്നും ഒട്ട് കിട്ടൂല. നോൽമ്പ് നോറ്റിട്ടില്ലെങ്കിലേ ആ കുഴഞ്ഞ പപ്പടം കുറച്ച് പഞ്ചോറും രാവിലെ കിട്ടിയിട്ട് അന്തം വിട്ട് ഇങ്ങനെ നടക്കാം. വൈകുന്നേരം പത്തിരി ഉടനാണ് അതിലെങ്ങനെ ചെന്നാ ഞമ്മക്ക് വൈകുന്നേരം ആകോളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതിലെങ്ങനെ ചെന്ന് നോക്കാം, മുണുങ്ങി നടന്നിട്ട് ഇപ്പൊ ഇതിലെ വരും. അപ്പൊ അവിടുന്ന് ഇവിടുന്ന് തൊട്ട് പത്തിരിയില്ല, പകലോട്ട് അതിലേറല്ലത് ഒൻപ് നോൽക്കല. അങ്ങനെ ഉണ്ടല്ലോ ഓരോരോ കാലഘട്ടം കഴിഞ്ഞാലേ നമുക്കൊക്കെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കുട്ടികളോടൊരു മേത്തക്കെടുക്കൽ എല്ലാവർക്കും എളുപ്പമുള്ള സംഗതിയാണ്. മുഹീദ്ദീൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയാണ്, എന്റെ കുട്ടിക്ക് ഞാൻ 2 കൊല്ലം മുലപ്പാല് കൊടുത്തപ്പോൾ ഉമ്മമാരൊന്ന് ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികളെ നന്നാക്കിയെടുക്കാൻ ഉമ്മാര് വിചാരിച്ചാൽ മുലകുടി പ്രായത്തിൽ ഉമ്മമാരെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. മാന്യമായ നിലക്ക് കുട്ടിക്ക് മുലപ്പാല് കൊടുത്താൽ തന്നെ കുട്ടി നല്ല കുട്ടിയായി വരും. എങ്ങനെയാണ് മുലപ്പാല് കൊടുക്കേണ്ടത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞല്ലോ, എന്റെ കുട്ടിക്ക് വലഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടല്ലാതെ ഒരിക്കലും ഞാൻ മുലപ്പാല് കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 കൊല്ലം മുലപ്പാല് കുടിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇടത്തെ മുലയിൽ നിന്ന് നബി തങ്ങൾ പാല് കുടിച്ചിട്ടേ ഇല്ല. അതിന് പിന്നെ വേറെ ചരിത്രമുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുകയാണ്, എന്റെ മകനിക്ക് ഞാൻ മുലപ്പാല് കൊടുക്കുന്ന കാലത്ത് 2 വർഷം മുലപ്പാല് കൊടുത്തപ്പോൾ വുളൂ ഇല്ലാതെ ഒരിക്കൽ പോലും ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടില്ല. അങ്ങനുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉമ്മ രണ്ടാമത് പറഞ്ഞു, ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ടല്ലാതെ ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടേ ഇല്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ വുളൂ എടുക്കും, എന്നിട്ട് ഖിബ്ലക്ക് മുന്നിട്ടിരിക്കും. കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ വലഭാഗത്തെ മുലപ്പാല് കൊടുക്കാൻ തുടങ്ങും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുട്ടി കേൾക്കത്തക്ക രൂപത്തിൽ ചൊല്ലും. അൽഹംദുലില്ലാഹ് എന്ന് കുടിച്ചു കഴിയുമ്പോ ചൊല്ലും. ഉമ്മമാരെ, കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് വിരോധം തീർത്തുകൊണ്ട് ആണെങ്കിൽ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിലൊന്നും മുലപ്പാല് കൊടുക്കല്ലേ. വലുതാകുന്ന സമയത്ത് മുലപ്പാലിലൂടെ കുട്ടിക്ക് എന്തൊരു ദുസ്വഭാവമാണോ നിങ്ങൾ പകർത്തി കൊടുത്തത്, ആ സ്വഭാവം കുട്ടികളിൽ കാണും. ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ടേ കുട്ടികൾ പോകുള്ളൂ. വാപ്പ സുഖല്ലാതെ ഇങ്ങനെ കിടക്കാണ്, അപ്പൊ വിളിച്ചു മാനെ മൂസാനേന്ന് വിളിച്ചു. പറഞ്ഞു അവിടുന്ന് ഇങ്ങനെ വിളിയൊക്കെ അല്ലാതെ ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല. ഓന്റെ ഒച്ച കേൾക്കാൻ വിളിച്ച മാതിരിയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ വാപ്പ വിളിച്ചാ അങ്ങോട്ട് മാഞ്ഞാണ് ചെല്ലും. ഇപ്പൊ കുട്ടികളോട് വിളിച്ചാ പോരാ, പിന്നെ ഇങ്ങോട്ട് വാന്ന് വേറെ പറയണം. വിളിച്ചാ അവിടുന്ന് അറിയാം എന്നെ
അവിടെ വരുന്ന പരിപാടി ആരാ പുറത്ത് വന്നിക്കണേ നോക്കുക. ഓൻ നോക്കി ഓയിരാണ് പോയും ചെയ്തു. കൊറേ കഴിഞ്ഞിട്ട് പിന്നെ ഓന്റെ ഒച്ച കേട്ടോ പറഞ്ഞ അന്നല്ല ഞാൻ അവിടെ പുറത്താരാ വന്നിക്കണ് നോക്കാൻ പറഞ്ഞാച്ചല്ലോ. ഞാൻ നോക്കിക്കണ് വാപ്പാ. എന്നിട്ട് ആരേനെ ചോദിച്ചു. അത് അതിലൊക്കെ തൽബിയാക്കിയാണ്. ഒരു ചിന്തയെ പറയാൻ ചോദിച്ചു. ഞാൻ നോക്കാനല്ല പറഞ്ഞാച്ചേ പറയാൻ പറഞ്ഞു. ഇതാ പറയാൻ പറഞ്ഞില്ല, നോക്കാനല്ല പറഞ്ഞത്. പണ്ട് പ്രസവിച്ചോടത്ത് നോക്കാനേൽപ്പിച്ചല്ലോ, കുട്ടീനെ നോക്കാനേൽപ്പിച്ച ഉമ്മ ഒരു വേലക്കാരത്തിന്. കുട്ടി ആദ്യം തൊട്ടില് കട്ടിൽമ കിടക്കേന്. കട്ടിൽമെന്ന് കുട്ടിയെ നിലവിളിച്ചിങ്ങാണ്ട് പടഞ്ഞ് താഴേക്ക് വീണ്. അവിടുന്ന് കുട്ടി കൊട്ടി പറഞ്ഞിങ്ങാണ്ട് മുറ്റത്തേക്ക് വീണ്. തള്ള കുളിച്ചു വന്ന് നോക്കുമ്പോൾ മുറ്റത്ത് ചോരൊളിച്ച് കിടക്കണം. അപ്പൊ എന്നല്ലേ ഞാൻ കുട്ടീനെ നോക്കാനേൽപ്പിച്ചു ചോദിച്ചു. ഞാൻ നോക്കിയാലോ എന്തൊരു നോട്ടേ നോക്കി വെച്ചു. കുട്ടി ആദ്യം കട്ടിൽമേലേന് അവിടുന്ന് താഴേക്ക് വീണ്. അത് നോക്കി. അവിടുന്ന് കുട്ടി രണ്ട് പടച്ചിങ്ങാണ്ട് മുറ്റത്തേക്ക് വീണ്. അപ്പൊ അത് നോക്കിയൊക്കെ നോക്കിക്കണം. നോക്കാനല്ലേ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഈ കോലത്തിലാണ് ഇപ്പത്തെ സംഗതി. എന്തുകൊണ്ട്? കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ നല്ല നിലക്ക് കൊടുക്കണം. ഉമ്മാര് കുട്ടികളെ തൊട്ടിന്ന് എടുക്കണത് തന്നെ വല്ലാത്തൊരു സ്നേഹത്തില്, മടിത്തട്ടിൽ വെക്കണത് അതിലേറെ സന്തോഷത്തില്. കുട്ടിക്ക് ഇങ്ങനെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെച്ചിട്ട് കുട്ടി മുലപ്പാൽ കുടിക്കുമ്പോ കുട്ടിനെങ്ങനെ മുഖത്തേക്ക് നോക്കി നിന്ന് പുഞ്ചിരിച്ചിട്ട് അല്ലാഹ് അൽഹംദുലില്ലാ എന്നിങ്ങനെ ദിക്റുമ്മ ഇങ്ങനെ ചൊല്ലിയിട്ട് അങ്ങനെയാ മുലപ്പാൽ കൊടുക്കേണ്ടത്. അപ്പൊ കുട്ടിക്ക് നല്ല വളർച്ച ഉണ്ടാകും. ഇന്ത്യ കണ്ട ഭരണാധികാരികളെ കൂട്ടത്തിലെ ധീരശൂരനായ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താന്റെ വാപ്പ ഹൈദരലി. ടിപ്പു സുൽത്താന്റെ ചരിത്രം വളച്ചൊടിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞമ്മക്ക് മൂപ്പരെ ബഹുമാനമില്ലാത്തത്. ഔലിയാക്കളെ കിതാബ് എടുത്ത് നോക്കിയാൽ ടിപ്പു സുൽത്താൻ ആരാന്നറിയോ? റളിയൽ ഇലാഹു അനിൽ വലിയിൽ അക്ബരി അലൈക യാ സുൽത്താനു ടിപ്പുൽ അൻവരി. ഔലിയാക്കളെ കിതാബിൽ റളിയല്ലാഹു എഴുതിയ മനുഷ്യനാണ് ആര്? ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താന്റെ വാപ്പ ഹൈദരലി പറയുന്നുണ്ട് മൂപ്പർക്ക് മക്കളില്ല, കുറെ കാലം മക്കളില്ല. മക്കളില്ലാതെ വിഷമിച്ചപ്പോ മൂപ്പർ എന്ത് ചെയ്തു? അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു മസ്താൻ ഉണ്ടായിരുന്നു, ഒരു വലിയ ടിപ്പു മസ്താൻ എന്നാ മൂപ്പരെ പേര്. ആ ടിപ്പു മസ്താന്റെ അടുത്ത് പോയിട്ട് വാപ്പ പോയിട്ട് പറഞ്ഞു, ഹൈദരലി പോയിട്ട് പറഞ്ഞു, മക്കളില്ലല്ലോ, എനിക്കൊരു അനന്തരാവകാശം ഇല്ലാത്ത കാര്യത്തിൽ വല്ലാത്ത സങ്കടത്തിലാണ്, അതുകൊണ്ട് എനിക്കൊരു കുട്ടി ഉണ്ടാകണം, അത് നിങ്ങൾ ദ്വാരക്കണം എന്നാണ്. ടിപ്പു മസ്താൻ വലിയുള്ള മൂപ്പർക്ക് ദ്വാർന്നു കൊടുത്തു. അന്നത്തെ രാത്രി ഭാര്യ ഭർത്താക്കൾ ബന്ധപ്പെട്ടപ്പോൾ ഭാര്യ ഗർഭിണിയായി. ആ ഗർഭത്തിൽ ഉണ്ടായ കുട്ടിയാണ് ആൺകുട്ടി. ആ കുട്ടിയെ പ്രസവിച്ചപ്പോൾ ഹൈദരലി ആ കുട്ടിക്ക് ആ വലിയന്റെ പേരിട്ടു. അതാണ് ടിപ്പു എന്ന് പേരിട്ടത്. ടിപ്പു മസ്താൻ വലിയുള്ള. അയാൾ ആ വലിയന്റെ പേരാണ് മകന് വാപ്പ കൊടുത്തത്. വാപ്പ ഹൈദരലി മകനെ പല സ്ഥലത്തേക്കും പറഞ്ഞയച്ചു പട്ടാളത്തിനൊപ്പം. അവിടൊക്കെ വലിയ വിജയമുണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ ആളുകൾ തിരിച്ചു വന്നിട്ട് വാപ്പ ഹൈദരലിയോട് പറഞ്ഞു, നിങ്ങളെ മകൻ ടിപ്പു വല്ലാത്ത ഭാവിയുള്ള ആളാണ്, തൊട്ടതൊക്കെ പൊന്നാക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോഴാണ് അകത്തുനിന്ന് ഉമ്മ പറയണത്, എന്റെ മകന് വലിയ വിജയമുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട്? 2 വർഷം ഞാൻ മകന് മുലപ്പാല് കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് വെച്ച് മുലപ്പാല് കൊടുത്തിട്ടില്ല. എന്റെ കുട്ടിക്ക് ദേഷ്യപ്പെട്ട മനസ്സോടുകൂടെ ഞാൻ മുലപ്പാല് കൊടുത്തിട്ടില്ല. സന്തോഷത്തോടുകൂടെ കൗതുകത്തോടുകൂടെ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടുള്ളൂ. ബിസ്മി ചൊല്ലാൻ മറന്നുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടില്ല. മുലപ്പാല് കൊടുക്കുന്നിടത്ത് വളരെയധികം ഉമ്മമാര് ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും അത് കൊടുക്കാനല്ലാതെ. ഏത് മുലപ്പാലിനെ അള്ളാഹുത്തര സൂക്ഷിച്ചത് കണ്ട നിങ്ങൾ? ഉമ്മയുടെ കയ്യിൽ അള്ളാഹുത്തര മുലപ്പാല് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഉറുമ്പ് കടക്കാത്ത പാത്രത്തില്. മുലപ്പാല് കേടെന്ന് പോണ പ്രശ്നമല്ലല്ലോ. പല പാലും എന്താകും? തൈരാക്കാം, മോരാക്കാം, പല കേടും പറ്റും. മുലപ്പാല് കേടെന്ന് നിൽക്കുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടുക്കണം? ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. മുലപ്പാലിന് കേട് പറ്റാന്നുള്ള സംഭവം ഉണ്ടാവില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പെണ്ണിന് ഒരാഴ്ച ഒന്നും വയറ്റിന്ന് പോകാതെ നിന്നാൽ ചിലപ്പോൾ മുലപ്പാലിന് ചെറിയ കുഴപ്പം വരും. അല്ലാതെ മുലപ്പാല് കേടുവരിക എന്നുള്ള പ്രശ്നമല്ല. മാത്രമല്ല, നമ്മൾ കുടിക്കണ ഏത് പാലും കാച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് കുടിച്ച. പശുവും പാലും ഒന്ന് കാച്ചണം അല്ലേ? നിങ്ങൾ നോക്കി ആട്ടൻപാല് കുടിക്കാണിച്ചാൽ ഒന്ന് കാച്ചിട്ട് കുടിക്കണം. മുലപ്പാലിന് അള്ളാഹു തആല ഉമ്മാന്റെ ശരീരപ്രകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ചെറുക്ക ചൂടിലാണ് ഏതുണ്ടാകുക? മുലപ്പാലുണ്ടാകുക.
ഒരു ചെറിയൊരു ചൂടിങ്ങനെ, അതായത് മനുഷ്യൻ കൈ കടത്താതെ അതിന്റെ എല്ലാ സംഗതിയും വരുത്തി വെച്ചിട്ടാണ് അള്ളാഹു തആല മുലപ്പാൽ കൊടുത്തിട്ടുള്ളത്. ഓ ഉമ്മമാരെ, മീൻ ഇങ്ങനെ നന്നാക്കി കൊടുക്കുമ്പോ കുട്ടി നിലവിളിച്ചാൽ ആ മീൻ മണത്തും കൊണ്ടല്ല കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കേണ്ടത്. വൃത്തിയില്ലാത്ത രൂപത്തിലല്ല കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കേണ്ടത്. അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തിട്ട് ആകെ വിയർത്ത് ആ വിയർപ്പൊക്കെ പാടെ ഒഴുകിയിട്ട് അതോടുകൂടെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കല്ലേ. മുല നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇമാം ഷാഫി തങ്ങളുടെ ഉമ്മ പറഞ്ഞല്ലോ, 2 വർഷം ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഒന്നുമില്ലാതെ ഞാൻ മുലപ്പാൽ കൊടുത്തിട്ടില്ല. ഖിബലക്ക് മുന്നിട്ട് കൊണ്ടല്ലാതെ ഞാൻ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടില്ല. ബിസ്മി ചൊല്ലാൻ മറന്നുകൊണ്ട് ഒരിക്കൽ പോലും മുലപ്പാൽ കൊടുത്തിട്ടില്ല. അൽഹംദുലില്ലാ ചൊല്ലാൻ വിട്ടുപോയ ചരിത്രമില്ല. മുലപ്പാൽ, അതിനെപ്പറ്റിയാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. പ്രസവിച്ചിരിക്കുന്ന ഉമ്മമാര് കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കട്ടെ. ഹൗലൈനി കാമിലൈനി, പൂർണ്ണമായ 2 വർഷം കൊടുക്കണം. ഇൻ അറാദ അൻ യുതിമ്മ റളാഅ, പൂർത്തിയായിട്ട് മുലപ്പാൽ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ 2 വർഷം കൊടുക്കണം. മുഹീദ്ദീൻ ഷേഖ് തങ്ങൾക്ക് തന്റെ ഉമ്മ 2 വർഷം മുലപ്പാൽ കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാരെ ഓർക്കണം, ഉമ്മാര് വേറൊന്നും ചെയ്യണ്ട, നല്ല മുലപ്പാൽ കുട്ടിയേക്ക് കൊടുത്താൽ മതി. ഇത് നമ്മള് കുട്ടികളെ വെച്ചും കണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കണത്. കുട്ടികൾ ഇങ്ങനെ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ അപ്പുറത്തുള്ള അമ്മാനോട് ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് മുലപ്പാൽ കൊടുക്കല്ലേ. കള്ളത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് മുലപ്പാൽ കൊടുക്കല്ലേ. മൂത്ത കുട്ടിനോട് ബാപ്പാനെ പറ്റി ഇങ്ങനെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് മുലപ്പാൽ കൊടുക്കല്ലേ. വേണ്ടാത്ത സംസാരം സംസാരിച്ചുകൊണ്ട് മുലപ്പാൽ കൊടുക്കല്ലേ. അതൊക്കെ കുട്ടിയുടെ മുലപ്പാലിലൂടെ കുട്ടിക്ക് വേണ്ടാത്ത സന്ദേശം കൊടുക്കലാണ്. ഞമ്മക്കണ്ട കൗതുകത്തിൽ ചെറിയ വേണ്ടാത്ത പറച്ചിൽ പറയും. ആടി കള്ളത്തിയെ ബലാലേ എന്നൊക്കെ പറഞ്ഞ എന്താണ്, നല്ല ദിക്റാണ് ഇപ്പൊ ഒക്കെ. സന്തോഷത്തിലായിരിക്കും നമ്മൾ പറയണത്. പക്ഷേ മുലപ്പാല് കൊടുക്കുന്ന പ്രായത്തിൽ കുട്ടികൾ കേൾക്കത്തക്ക രൂപത്തിൽ ഉമ്മ എത്രമാത്രം ആ കുട്ടിയെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 6 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ശരീരം മുഴുവനും ആ കുട്ടിയുടെ എല്ലാം ഒരു CC ക്യാമറയാണ്. ഒരു CC ക്യാമറയിൽ പുറത്ത് കാണുന്ന എല്ലാം ആ ക്യാമറ ഒപ്പിയെടുക്കുന്നത് പോലെ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എല്ലാം ഒപ്പിയെടുക്കുന്ന CC ക്യാമറയാണ് ഒരു കുട്ടിയുടെ മനസ്സ്.